എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. എന്നും കുട്ടികൾ ഓർമ്മിക്കുന്ന ഒരു ടീച്ചർ ആവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ ചെയ്യില്ല എന്നും നിങ്ങൾ തീരുമാനിക്കണം. ഇതിൽ ഒന്നാമത്തേത്, ഐ വിൽ നെവർ വൂണ്ട് എ ചൈൽഡ് ത്രൂ മൈ വേർഡ്സ്. നിങ്ങൾ പുതിയ ടീച്ചർമാർ തീരുമാനിക്കണം, എൻ്റെ വായിൽ നിന്നും ഒരു കുട്ടിയെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു നെഗറ്റീവ് കമൻസും പറയില്ല എന്ന്. നിങ്ങൾ കുട്ടികളോട് ചിലപ്പോൾ പറയാം, ഇത് എന്തൊരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയൊന്നും ടീച്ചർമാർ ഒരിക്കലും കുട്ടികളോട് പറയരുത്. അതായത് പക്ഷികളെ നീന്തൽ പഠിപ്പിക്കാനും മീനുകളെ മരം കയറ്റം പഠിപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കണ്ട. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ടീച്ചർമാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി രണ്ടാമത്തേത്, ഡോണ്ട് യെൽ അറ്റ് സ്റ്റുഡൻസ്. ക്ലാസ് റൂമിൽ ഒരുപാട് ഷൗട്ട് ചെയ്യുക, കുട്ടികൾ എന്നും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ കാണിക്കുന്നത് ആ ടീച്ചറിന്റെ ഒരു പൂർ ആയിട്ടുള്ള ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കിൽസിനെയാണ്. അപ്പോൾ ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കിൽസിനെ കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പ്ലേലിസ്റ്റിൽ നിന്ന് കാണാം. ഇനി മൂന്നാമത്തേത്, ഡോണ്ട് ഡു ഫേവറിസം ആൻഡ് കമ്പാരിസൺ. പലപ്പോഴും ടീച്ചർമാർക്ക് ക്ലാസ്സിൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ടീച്ചർമാരുടെ ആക്ഷനിൽ നിന്നും സംസാരത്തിൽ നിന്നും മറ്റു കുട്ടികൾ കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പോൾ ആ മറ്റു കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു വിഷമം തോന്നും. അതുപോലെ തന്നെ നിങ്ങൾ ടീച്ചർമാർ ക്ലാസ്സിലെ ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതും കുട്ടികൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പള് നിങ്ങളെ വേറൊരു ടീച്ചറുമായി കമ്പയർ ചെയ്ത് നിങ്ങളെ താഴ്ത്തി സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അതേ ഒരു അവസ്ഥയായിരിക്കും കുട്ടികൾക്കും. ഇനി നാലാമത്തേത്, ഗോസിപ്പിംഗ് അബൌട്ട് അതർ ടീച്ചേഴ്സ്. ചില ടീച്ചർമാർക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല, അങ്ങനെ ഒരു തോന്നല് ചിലവർക്ക് ഉണ്ടാവാം. അതുപോലെ ഒരേ സബ്ജക്റ്റ് തന്നെ ഡിഫറെന്റ് ടീച്ചർമാർ പഠിപ്പിക്കുന്നുണ്ടാവാം. അതായത് ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മാത്സ് തന്നെ നിങ്ങൾ എടുക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള വേറെ ടീച്ചേഴ്സും എടുക്കുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്, അത് ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന രീതിയിലുള്ള ഒരു അധികാരത്തോടെയുള്ള ഒരു അഹങ്കാരത്തോടെയുള്ള സംസാരമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ടീച്ചേഴ്സൊക്കെ കൂടിയിട്ട് ഒരു സജഷൻ എന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാം എന്നല്ലാതെ അവരെ ഒരു ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ പുതിയ ടീച്ചർമാർ ഇത്രയും മിസ്റ്റേക്സ് ചെയ്യാതെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ് കരിയർ നിങ്ങൾക്ക് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.